കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിന് അനുയോജ്യമായ വിധത്തിൽ അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മളെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കാനായിട്ടുള്ള ഒരു വിളി നമുക്കുണ്ട്. നമ്മൾ അഭിമാനിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും യേശുക്രിസ്തുവിൽ ശരണപ്പെടാനും നമുക്ക് സാധിക്കുന്നു എന്നത് ഓർത്തുകൊണ്ടാണ്. നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം ശ്രവിക്കാൻ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും അനേക മനസ്സുകളിലേക്ക് ജീവിക്കുന്ന യേശുക്രിസ്തു ഒരു പ്രത്യേക ചൈതന്യം പകരും. അനേക ഹൃദയങ്ങളിലേക്ക് ജീവിക്കുന്ന ദൈവം ഒരു സൗഖ്യം പകരും. അനേക മനസ്സുകളിലേക്ക് ഒരു പ്രത്യേക അഭിഷേകത്തിന് നിറവ് സംഭവിക്കും. ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങളെന്ന് കൂപ്പി മനസ്സിനെ ശാന്തമാക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനെയും ഈ നിമിഷം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കാതെ പോയ ഒരുപാട് അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ ഒരു ക്രിസ്ത്യാനിയായതിൽ വിഷമത അനുഭവിച്ച, പ്രതിസന്ധി അനുഭവിച്ച, പാപത്തിനെതിരെ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കേണ്ടി വന്നതിലുള്ള സങ്കടങ്ങളോ അസ്വസ്ഥതകളോ ചിലപ്പോൾ ഞങ്ങളിലൂടെ കടന്നുപോയ അനുഭവങ്ങളുമുണ്ട്. ദൈവമേ, എന്നാൽ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ഞങ്ങൾ ആശ്രയിക്കുന്നത് ഒരു ജീവിക്കുന്ന ദൈവത്തെയാണ്. ഞങ്ങൾ ശരണപ്പെടുന്നത് സത്യദൈവത്തിലാണ്. ഓ ദൈവമേ, ഈ ബോധ്യം ഞങ്ങളിൽ ഓരോരുത്തരിലും ആഴപ്പെടാനുള്ള ആഗ്രഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ജീവിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ജീവിക്കുന്ന ഏകസത്യ ദൈവത്തെയാണ്. ഈ അവബോധത്തോടെ നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ഏതായിക്കോട്ടെ, നിന്റെ നിയോഗങ്ങൾ ഏതായിക്കോട്ടെ, ആ ആവശ്യങ്ങളിലേക്ക് നിയോഗങ്ങളിലേക്ക് ജീവിക്കുന്ന ദൈവത്തെ എന്ന് വിളിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 അങ്ങയുടെ നാമത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഒരിക്കലും ലജ്ജിക്കാൻ ഇടവരുത്തരുത്. കർത്താവെ, അങ്ങിൽ ആശ്രയിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കൃപയും അനുഗ്രഹവും വർഷിക്കണമേ. ഇന്നോളം എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടോ അതെല്ലാം അങ്ങയുടെ കരുതലാണ്, അങ്ങയുടെ സ്നേഹമാണ്, അങ്ങയുടെ കരുണയാണ്. എല്ലാ മഹത്വവും എല്ലാ ആരാധനയും യേശുവേ അങ്ങയ്ക്ക് മാത്രമാണ്. ബോധ്യത്തോടെ ഏറ്റുപറഞ്ഞ് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൊട്ടി മഹത്വം മഹത്വം യേശുവിന് ചേർന്ന് പാടി. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബോധ്യത്തോടെ കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം പാടാം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് എല്ലാ മഹത്വവും യേശുവേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കർത്താവേ, ഞങ്ങൾ ബലഹീനദാസരാണ്, അയോഗ്യദാസരാണ്. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹപ്രദമായി മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. തിരിച്ചറിവോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബോധ്യം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുവാൻ കൂടുതൽ കൃപ തരണമേ, അഭിഷേകം തരണമേ, സ്പർശിക്കണമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ, ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ, യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവ്വവും നീ തന്ന ദാനമല്ലോ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവ്വവും നീ തന്ന മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. തിരിച്ചറിവോടെ പ്രാർത്ഥിക്കട്ടെ.
കർത്താവേ, എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും, എല്ലാ സ്തുതികളും അങ്ങേക്ക് മാത്രമാണ്. ഒരിക്കൽ കൂടെ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ സ്തുതിച്ച് ആരാധിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് സ്നേഹത്തോടെ, ഈ ബോധ്യത്തോടെ, തിരിച്ചറിവോടെ ഇന്നോളം കർത്താവ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, എല്ലാ അഭിഷേകത്തെ ഓർത്ത്, എല്ലാ ഉണർവിനെ ഓർത്ത്, എല്ലാ കൃപകളെ ഓർത്ത് നന്ദിയോടെ എല്ലാ ദൈവമക്കളും ആരാധിക്കട്ടെ. നീ ആരാധിക്കുമ്പോൾ മകനെ, മകളെ, കൂടുതൽ കൃപകളും, കൂടുതൽ അഭിഷേകവും, കൂടുതൽ ശക്തിയും, കൂടുതൽ സൗഖ്യവും നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വർഷിക്കും. ഈ തിരിച്ചറിവോടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഇന്നോളം തന്നിട്ടുള്ള നന്മകളെ ഓർത്ത്, എല്ലാ കൃപകളെ ഓർത്ത്, എല്ലാ മഹത്വവും അങ്ങേക്ക് മാത്രമാണ്. കർത്താവെ, ഞങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ല. ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ളത് അങ്ങിൽ മാത്രമാണ്. യേശുവേ, യേശുവേ, പൂർണ്ണമായെങ്കിൽ ശരണപ്പെടുന്നു. അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, ശക്തിയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ പൂരിതമാക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി, കൈകൾ കൂപ്പി, കർത്താവേ, ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്, ഞാനന്ന് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത് കൊണ്ടാണ്, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ ആയത്. ഇങ്ങനെ എൻ്റെ എന്ന് ചിന്തിച്ചു പോയി. അങ്ങ് ദാനമായി നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ഇപ്രകാരം തെറ്റായി ചിന്തിച്ചു പോയത്, സംസാരിച്ചു പോയത് ഓരോന്നിനും മാപ്പ് ചോദിക്കുന്നു. ഈശോ, എല്ലാം അങ്ങയുടെ ദാനമാണെന്ന ബോധ്യത്തോടെ ജീവിക്കുവാനും ഏറ്റുപറയാനും എൻ്റെ ബലഹീന ജീവിതത്തിന് നീ കൃപ തരണമേ. പരിശുദ്ധാത്മാവേ, ഈ ആഴപ്പെട്ട ബോധ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടുത്തെ ദിവ്യപ്രകാശത്താൽ അവിടെ നയിക്കണമേ. ദൈവമാതാവേ, അമ്മ എല്ലാത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞതുപോലെ ഏറ്റു പറയാം. അമ്മേ, എനിക്കായി അമ്മ മധ്യസ്ഥ അമ്മേ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ മാതാവേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ. ആവേ 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 മരിയ, മാതാവേ. ആവേ 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 മരിയ, അമ്മേ. ആവേ മരിയ, ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇരിക്കാം. ഈ നാളുകളിൽ സഭയിൽ അവിടെയും ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ ശുശ്രൂഷകരായ ചില അൽമായര് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളിന്ന് കുറേയേറെ അപമാനിക്കപ്പെടുന്നുണ്ട്. ഈ ബൈബിൾ പിടിച്ചും പ്രാർത്ഥനാ പുസ്തകം പിടിച്ചുമൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിലും മറ്റ് ആത്മീയ ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ പലരും ഞങ്ങളെ അപമാനിക്കും. ചില യുവജനങ്ങളായ വ്യക്തികളൊക്കെ എന്നോട് പറഞ്ഞു, അച്ഛാ, ചിലരൊക്കെ മനഃപൂർവ്വം ഞങ്ങളുടെ മൊബൈലിലേക്കൊക്കെ ചില സന്ദേശങ്ങൾ അയച്ചു തരും, സഭയ്ക്കെതിരെ, അച്ഛന്മാർക്ക്, ശുശ്രൂഷകർക്കെതിരെയൊക്കെ. മനസ്സിൽ ഒരുപാട് വേദന തോന്നും, സങ്കടം തോന്നും. പക്ഷെ എങ്കിലും ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ ഒരു മുടക്കം വരുത്തിയല്ല. കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്, ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. ഈ ബോധ്യമുള്ളതുകൊണ്ടാച്ചാ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അവിടെ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ പലരും അതിനെക്കുറിച്ചൊക്കെ പല നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും പറയുമ്പോഴും ഞങ്ങളെ പരിഹസിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾക്കറിയാം ഈ പരിഹാസങ്ങളെ സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്നിടത്താണ് ഞങ്ങളിൽ കൃപ കൂടുതൽ വർദ്ധിക്കുന്നതെന്ന്. അതുകൊണ്ട് അതിനുള്ള ശക്തിക്ക് വേണ്ടിയൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകരുടെ പുസ്തകം 9-ാം അധ്യായം 16-ാം വചനം ഞാൻ ഓർക്കുകയായിരുന്നു. നമ്മളിങ്ങനെയാണ് വായിക്കുക: കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ അഭിമാനം, എൻ്റെ ജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ദൈവത്തിൽ, ഒരേക സത്യ ദൈവത്തിൽ വിശ്വസിക്കാനും ആ ദൈവത്തെ വിളിക്കാനും ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് എന്നതിലായിരിക്കണം.
ഈ നാളുകളിൽ ഒരുപാട് മക്കൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു ബോധ്യവും അവർ അപമാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയും അവരുടെ ജീവിതത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്. ഞാൻ ഓർക്കെ ചില മക്കളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സങ്കടത്തോടെ കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനി ആയതുകൊണ്ട് വേദപാഠത്തിന് പോകണം, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഒരു വേദപാഠ പുസ്തകം എടുത്തുകൊണ്ട് പോകുവാൻ, ഒരു ബൈബിള് കൈകളിൽ നിന്ന് വഹിച്ചുകൊണ്ട് നടക്കാൻ, ഒരു പരിശുദ്ധമായ കുരിശ്, രക്ഷയ്ക്ക് നിദാനമായ പരിശുദ്ധമായ ഒരു കുരിശ് ഒന്ന് കൈകളിൽ പിടിക്കാൻ, ഒരു ജപമാല കൈകളിൽ എന്താൻ ഇന്ന് നാണക്കേട് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്, മുതിർന്നവരുണ്ട്. എന്താ കാരണം? അവർക്ക് ഇതൊരു അപമാനമാണ്. പ്രിയപ്പെട്ടവരെ, അപമാനത്തിന്റെ ചിഹ്നമായ കുരിശ് മഹത്വത്തിലേക്ക് ഉയർത്തിയ ഒരു കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് ഒരു കളിമൺ പ്രതിമയിലല്ല, മറിച്ച് ഇന്നും മനുഷ്യ മക്കളോട് കൂടെ വസിക്കുവാൻ പരിശുദ്ധ കുർബാനയായിട്ട് തീർന്ന ജീവിക്കുന്ന ഒരു ദൈവത്തിലാ. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലാ, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരില് എനിക്കൊരു അഭിമാനം വേണം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 10-ാം അധ്യായം 17-18 വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കാൻ നമ്മൾ വായിക്കുന്നുണ്ട്. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അഭിമാനിക്കേണ്ടത് വേറെ ആരിലുമല്ല, കർത്താവിൽ അഭിമാനിക്കുക. ഇന്നത്തെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് സ്കൂളിലോ കോളേജുകളിലോ പഠിക്കുന്ന വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ ആകട്ടെ, എന്തിലാ അവരുടെ അഭിമാനം? എനിക്ക് എത്ര പേരുണ്ട്, എനിക്ക് എത്ര പേരുടെ പ്രണയമുണ്ട്, എനിക്ക് എന്തോരം ആരാധകരുണ്ട്, എനിക്കെന്നാ സെറ്റപ്പ് ഉണ്ട്, എനിക്കെന്നാ വണ്ടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 100 കൂട്ട കാര്യങ്ങളിൽ അഭിമാനിക്കുന്ന മക്കളുണ്ട്. ഓർത്തോ, ചിന്തിച്ചു നോക്കിയേ, ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യമാണോ? ഈ 5-8 എണ്ണം ഉണ്ടായിട്ട് എന്താ നിന്റെ ജീവിതത്തിലുള്ളത്? എന്താ നിന്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തത്? കുറെ പ്രണയവും, കുറെ കേസ് കെട്ടും, കുറെ പേര് വെള്ളവടി, കുറെ പേര് കഞ്ചാവ്, ഇങ്ങനെ കുറെ കൂട്ടുകെട്ടുണ്ട്. എനിക്ക് കൂടെ നിൽക്കാനായിട്ട് എപ്പോഴും കുറെ പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, വിഡ്ഢിത്തം ചിന്തിച്ചേക്കരുത്. ബോബീച്ചൻ പറയുന്ന കണക്ക് പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക. മറന്നുപോകരുത്. ജീവിതത്തിൽ നിനക്കൊരു രോഗമുണ്ടായാൽ, നിന്റെ ജീവിതത്തിൽ ഒരു പാപത്തിന്റെ അടിമത്തത്തിന്റെ ബന്ധനം നിനക്കുണ്ടെങ്കിൽ, ആ പാപത്തിന്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കേണ്ടതാ, വേറെ ആരുമില്ല. നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു രോഗപീഠയോ അസ്വസ്ഥത ഉണ്ടായ മകനെ മകളെ നീ ഒരു കാര്യം ചിന്തിച്ചേ. നിനക്ക് എന്തേരം കൂട്ടുകാരുണ്ടെന്നോ, നിനക്ക് എന്തേരം ബന്ധമുണ്ടെന്നോ, നിനക്ക് എന്തേരം സംഗമനമുണ്ടെന്നോ, നിനക്കത് കാര്യമാണോ? ഒരു ഗുണപ്രദമാണോ? ഇല്ല. മറിച്ച് നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് അത് അനുഭവിക്കണം. പിന്നെ എന്തിനാ നമ്മൾ അഭിമാനിക്കാനുള്ളത്? പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ല. യാക്കോബ് ശ്ലീഹ പറയുന്ന കണക്ക് വെയിലേക്കുമ്പോ നിർവീര്യമായി പോകുന്ന മഞ്ഞുകണം കണക്കാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. നമുക്കൊരു തിരിച്ചറിവില്ല ഈ ജീവിതത്തെക്കുറിച്ച്. പിന്നെ എന്തിനാ അഭിമാനിക്കാനുള്ളത്? കർത്താവിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ, ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഒരു മരണത്തെ പുൽകേണ്ടി വരുമ്പോൾ പോലും അഭിമാനത്തോടെ കടന്നു പോകാൻ കാരണം എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ പരാജയമോ പ്രതിസന്ധി ഉണ്ടായാലും, സഹനമോ രോഗപീഠ ജീവിതത്തെ അലട്ടിയാലും അവിടെ ഒരു വിശ്വാസമുണ്ട്. എന്താ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ കാണുന്ന ഒരു കർത്താവുണ്ട്, എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഈ വിശ്വാസത്തിൽ അഭിമാനിക്കേണ്ടത്. പല മക്കൾക്കും ഇന്ന് വേദപാഠ ക്ലാസ്സിൽ പോകാൻ മടിയുള്ളവരുണ്ട്. പള്ളിയിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാനായിട്ട് നാണക്കേടുള്ളവരുണ്ട്. ഒരു കൊന്തയോ ഒരു കുരിശോ പിടിച്ച് നടക്കാനായിട്ട് അപമാനമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ അഭിമാനിക്കണം. കാരണം മറ്റാരിലുമല്ല, ജീവിക്കുന്ന ഒരു ദൈവത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നു എന്നതിലാ. ലോകത്തിൻ്റെ വശ്യതകളും വ്യാമോഹങ്ങളും എൻ്റെ ജീവിതത്തെ പല രീതിയിൽ വ്യാമോഹിപ്പിച്ച എന്നിലെ കൃപകൾ ചോർത്തിക്കളയുമ്പോൾ ഓർത്തു നോക്ക്, അതിലാണോ നിന്റെ ജീവിതത്തിന് നേട്ടം ഇരിക്കുന്നത്? അതിലാണോ നിന്റെ ജീവിതത്തിന് ഉയർച്ചയിരിക്കുന്നത്? എന്തൊക്കെയോ വാരിക്കൂട്ടി ജീവിതത്തിൽ കുറെ ഡിപ്പോസിറ്റ് ഉണ്ടായി, കുറെ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് എന്തായി കാര്യം? പല കുടുംബത്തിലും ഇന്ന് പലതും വെട്ടിക്കൂട്ടി പിടിച്ച് പലതും ഉണ്ടാക്കിയിട്ടും ഇന്ന് മക്കൾ വഴിതെറ്റിപ്പോയപ്പോൾ എന്നാ ഉള്ളത്? അഭിമാനമുണ്ടോ? അപമാനമല്ല ജീവിതത്തിൽ സമൂഹത്തിന് മുമ്പിലുള്ളത്. എന്നിട്ടും പറയാണ് പലതിനെക്കുറിച്ചും ഞാൻ ഉണ്ടാക്കിയതായെല്ലാം എൻ്റെ പ്രയത്നം കൊണ്ടോ എൻ്റെ അധ്വാനം കൊണ്ടോ. പ്രിയപ്പെട്ടവരൊന്നുമില്ല. അധ്വാനിക്കാൻ ഒരു കഴിവ് തന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു ആരോഗ്യം തന്ന ഒരു കർത്താവുണ്ട്. മറന്നുപോകരുത് ആ കർത്താവിനെ. ചിലർ പ്രശംസിക്കുന്ന അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. എൻ്റെ ഒരു സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ പിന്നാലെയാ. പിന്നെ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് അറിയണ്ടേ? എന്നിട്ട് എന്താ നേട്ടം ഉണ്ടായെന്ന് അറിയണ്ടേ? ജീവിതം ഇന്ന് പലതരത്തിലുള്ള പാപത്തിലും മ്ലേച്ഛതകളും വീണ് അതപ്പതിച്ച് കിടക്കുക. എന്നിട്ട് പറയാ എൻ്റെ സൗന്ദര്യം കൊണ്ട് എന്നാ ഉള്ളേ? നിന്റെ സൗന്ദര്യം കൊണ്ട് എന്ത് നേട്ടാ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധിയോടെ നിലകൊള്ളാനായിട്ടും ചൈതന്യത്തോടെ ജീവിക്കാനായിട്ടും നിനക്ക് സാധിച്ചത്?
അഭിമാനിക്കേണ്ടത് ഒരു പരിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാ. പല യുവജനങ്ങളും പറയാറുണ്ടല്ലോ, എനിക്ക് ഇത്രയും കൂട്ടുണ്ട്, എനിക്ക് ഇത്രയും സെറ്റപ്പ് ഉണ്ട്, എനിക്ക് ഇന്ന് ഇത്രയേറെ കൂട്ടുകാരുണ്ട്. പ്രിയപ്പെട്ടവർ, എന്താ ഉള്ളത്? ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവുണ്ടാക്കണം. മറിച്ച് ഈ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്റെ കൂടെ ഇല്ല എങ്കിൽ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് ജീവിതത്തിൽ ബോധ്യപ്പെടണം. കുറെ കുടിക്കൂട്ടുകാരും ഈ ലോകത്തിന്റെ വ്യാമോഹങ്ങൾക്കനുസരിച്ച് അതിന്റെ ലഹരിയിൽ തിമിർത്താടാനും കുറെ പേരുണ്ടായിട്ട്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മദ്യത്തിനും ലഹരിക്കും മറ്റു കാര്യങ്ങൾക്കും അടിമപ്പെട്ട് നീ ജീവിച്ചിട്ട് എന്താ നിനക്ക് ബാക്കിയുള്ളേ? ചിന്തിച്ചോക്ക. കുറെ കൂട്ടുകാരുണ്ടായിരുന്നു, നീ ഒരു നാശാടയുമ്പോ നിന്റെ ജീവിതം ഒന്ന് അവസാനിപ്പിക്കുമ്പോ എന്താ ബാക്കിയുള്ളേ? പ്രഭാഷക 6:10, തീന്മേശ കൂട്ടുകാർ കഷ്ടദിനത്തിൽ നിന്നോടൊത്തുണ്ടാകത്തില്ല. ചിന്തിച്ചോണം ഈ കാര്യത്തെക്കുറിച്ച്. ബാക്കിയുള്ളവർ പലതും പല കാര്യത്തിനുണ്ടെന്ന് പറഞ്ഞ് അതിനെയൊക്കെ കുറിച്ച് നീ അഭിമാനിക്കാൻ ഒരുമ്പിടുമ്പോൾ ആരും നിന്റെ കൂടെ ഉണ്ടാകത്തില്ല ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ എന്നുള്ള സത്യത്തെ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഞാൻ കുടിച്ചും ആഹ്ലാദിച്ചുമൊക്കെ നടക്കുമ്പോൾ അവർക്കാർക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്തമില്ല. ഞാൻ നാശമടഞ്ഞാൽ, ഞാൻ അധപ്പതിച്ച ഞാനും എൻ്റെ കുടുംബം തീരുന്നേ. ഒരു വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധിയും പവിത്രതയും കളഞ്ഞ് ഇന്ന് പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളിലേക്കും അവിഹിത വീഴ്ചകളിലേക്കും പോകുന്ന മാതാപിതാക്കൾ പോലെ ഉണ്ട്. സങ്കടം കേട്ടോ. ഓർത്തോളണം ഈ കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് എന്താ അഭിമാനിക്കുന്നത്? എനിക്ക് എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നതിനെക്കാട്ടിലും സ്നേഹിക്കുന്നവരും കരുതുന്നവരൊക്കെ പുറത്ത് കുറേ പേരുണ്ടെന്ന്. ഇത് അഭിമാനാണെന്ന് ചിന്തിച്ചേക്കരുത്, മറിച്ച് അപമാന. നിന്റെ ജീവിതത്തിൽ മക്കളായിട്ട് തലമുറകളായിട്ട് ഈ പറയുന്ന വാക്കുകൾക്ക് ചിന്തിക്കുന്ന കാര്യത്തിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ടെന്നുള്ളത് മറന്നു പോകണ്ട പ്രിയപ്പെട്ടവരെ. എപ്പോഴാണോ ജീവിതത്തിന്റെ പരിശുദ്ധിയിലും നൈർമല്യത്തിലും ചൈതന്യത്തിലും അഭിമാനിക്കാൻ സാധിക്കാതെ ലോക പാപങ്ങളുടെ മോഹങ്ങളിൽ നീ അടരാടി സന്തോഷിക്കാനായിട്ട് തുടങ്ങുന്നത്, അത് നാശത്തിലേക്കുള്ള പോക്കാണ് എന്നുള്ള സത്യത്തെ ആരും മറന്നു പോകണ്ട. അതുകൊണ്ട് ഈ തിരിച്ചറിവ് നിന്റെ ഉള്ളിൽ വേണം. എനിക്ക് അഭിമാനിക്കേണ്ടത് കർത്താവിലാ. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാ. 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്താണോ അത് ദൈവകൃപയാലാ. ഓർക്കണം, എന്തുണ്ടോ അത് കൃപയാൽ മാത്രമാ. എനിക്ക് ആരോഗ്യം ആയുസ്സുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ ശ്വാസം നിലച്ചിട്ടില്ലെങ്കിൽ അത് മറ്റൊന്നുകൊണ്ടല്ല, എൻ്റെ കർത്താവ് കരുണയോടെ എന്നെ കരുതുന്നതുകൊണ്ടാ, ഒരായുസ്സൊന്ന് നീട്ടിത്തന്നുകൊണ്ടാ. അതിന് നിനക്കെന്താ അഭിമാനിക്കാനുള്ളേ? അതുകൊണ്ടാണ് പൗലോസ് വ്യക്തവും കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിൽ അഭിമാനിക്കട്ടെ. എത്ര സുന്ദരമായിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ, എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. അതല്ലാതെ എൻ്റെ മിടുക്കനെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒന്നുമല്ല. മറിച്ച് എനിക്ക് അഭിമാനം വേണ്ടത്, എനിക്ക് സന്തോഷം വേണ്ടത്, പ്രിയപ്പെട്ടവരെ, എൻ്റെ ബലഹീനതകളെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് കരുത്തു തരുന്ന, ശക്തി പകരുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്ന്. ഇതിൽ അഭിമാനിക്കാൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചാൽ അത് വിശുദ്ധിയും ചൈതന്യവും നന്മയും നിറഞ്ഞൊരു ജീവിതമാണ്. അങ്ങനെ അഭിമാനിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ആത്മീയ മേഖലകളോട് ചേർന്ന് നിന്ന് ജപമാല ചെല്ലുന്നതിൽ, വചനം വായിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ തീക്ഷ്ണത പുലർത്തുന്നവരാ. മതബോധന കാര്യങ്ങൾ തീക്ഷ്ണതയോടെ പഠിക്കാൻ ശ്രമിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 13-ാം അധ്യായം 2-ാം വചനത്തിൽ സൂസന്ന എന്ന് പറയുന്ന യുവതിയെ കാണുന്നുണ്ടില്ലേ? അവളെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നതാണ്, അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അവർ അവളെ പഠിപ്പിച്ചിരുന്നു. അതിന്റെ വ്യത്യാസം എന്നാ? ഒരു പ്രതിസന്ധി വന്നപ്പോ ആരെയാ സൂസന്നെ വിളിക്കുക? ആരുമില്ല. വിളിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെ. അതുകൊണ്ട് ദാനിയേൽ എന്ന് പറയുന്ന ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തിയവർക്ക് വേണ്ടി ഇന്ന് പലർക്കും പ്രതിസന്ധികൾ നിലവിളിക്കാൻ ഒരു ദൈവമില്ല. കാരണം എന്താ? ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. ആ ദൈവത്തിലൊന്ന് അഭിമാനം കൊള്ളാൻ വേണ്ടി പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധിയോടെ ജീവിക്കേണ്ട ജീവിതത്തിൻ്റെ ചൈതന്യം എന്താണെന്ന്, മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന്, ജീവിതത്തിൽ പുലർത്തേണ്ട ഒരു ധാർമ്മികത എന്താണെന്ന് മാതാപിതാക്കൾ മറ്റു പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയതിൻ്റെ ഒരു സങ്കടം ഇന്നുണ്ട്. അതിൻ്റെ ഒരു അധപ്പതനം ജീവിതത്തിൽ കാണാനുണ്ട്. മൂല്യബോധം നഷ്ടപ്പെട്ട് മൂല്യച്യുതി സംഭവിച്ച ഒരു ജീവിതത്തിൻ്റെ അധപ്പതനം സങ്കടത്തോടെ നോക്കിക്കാണുക. ഈ ആത്മീയ ശുശ്രൂഷകളൊക്കെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി നടത്തുമ്പോൾ വേറൊന്നുമല്ല ചിന്ത, മറിച്ച് ധാർമ്മികതയും മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടക്കണമെന്ന് എവിടെയൊക്കെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വെക്കുക, നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ച് ചേർന്നുള്ള നന്മയുടെ പ്രവർത്തനങ്ങൾ വഴി സാധ്യമാകുന്ന കാര്യമല്ല ഇത്. ഓരോരുത്തരും
അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഓരോരുത്തരും മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു കാവൽക്കാരനാകാൻ തീരുമാനിച്ചാൽ ഈ ഒരു കാര്യം സാധ്യമാകുന്നതല്ലേ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് വളരണം. കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട്, ദൈവത്തിൽ അഭിമാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളാക്കി മാറ്റാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതുകൊണ്ട് ആ പ്രഭാഷകരുടെ പുസ്തകം 27:3 വചനത്തിൽ നമ്മൾ വായിക്കുക, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളതായി എൻ്റെ ജീവിതം മാറുമ്പോൾ, എൻ്റെ കുടുംബം മാറുമ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സാണ്. പ്രഭാഷകരുടെ പുസ്തകത്തിൽ തന്നെ 40:27 നമ്മൾ വീണ്ടും ഇങ്ങനെ വായിക്കുകയാണ്, ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്, ഏത് മഹത്വത്തെക്കാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം, പൂന്തോട്ടം പോലെയാണ്. ദൈവഭക്തിയുള്ള ഒരു മകൻ്റെ ജീവിതം, ദൈവഭക്തിയുള്ള ഒരു കുടുംബജീവിതം അനുഗ്രഹത്തിൻ്റെ പൂന്തോട്ടമാണ്. അത് കണ്ടെത്തുന്നവർ അതിൻ്റെ മനോഹാരിത ദർശിക്കും. അത് അനേക ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ, പരിശുദ്ധിയുടെ, കരുണയുടെ നറുമണം പടർത്തുന്നതായിട്ട് മാറും. നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങളാക്കി രൂപാന്തരപ്പെടുത്താൻ ദൈവഭക്തിയിൽ അടിയുറച്ച ഒരു ജീവിതം കെട്ടിപ്പടുക്കാം. നമ്മുടെ കുടുംബത്തെ ഒരു പടി കൂടെ ദൈവഭക്തിയിൽ വളർത്താൻ എന്നാൽ കഴിയും വിധം ഞാൻ പ്രയത്നിക്കും എന്ന തീരുമാനമെടുക്കാം. എൻ്റെ മക്കളെ, എൻ്റെ തലമുറകളെ ദൈവഭക്തിയിൽ ഞാൻ പരിശീലനം അഭ്യസിപ്പിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. എങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ദൈവത്തിൽ അഭിമാനിക്കുന്ന, കർത്താവിൽ അഭിമാനിക്കുന്ന കുടുംബമായിട്ടും ജീവിതമായിട്ടും മാറും. അതുവഴി മറ്റുള്ളവർ നമ്മുടെ ജീവിതങ്ങളെ നോക്കി അഭിമാനിക്കും. കർത്താവ് അനുഗ്രഹിച്ച ഒരു കുടുംബമാണ് ഇതെന്ന് പറയും. അതുവഴി ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഈ തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിനു മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യമായ യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവെ, 125 സങ്കീർത്തനം 1-2 വചനങ്ങൾ ഞങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലമിനെ ചുഴന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നും എന്നേക്കും തന്നെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുന്നു. ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിക്കുന്ന നല്ല ദൈവമേ, എപ്പോഴും അങ്ങയുടെ പരിശുദ്ധരോട് കൂടെ അങ്ങയെ ആരാധിക്കാൻ, അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരുടെ ചിറകടികളോട് ചേർന്ന് സ്നേഹിച്ച് ആരാധിക്കട്ടെ. ഓ ദൈവമേ, പരിശുദ്ധിയിലേക്ക് ഉയർത്തണമേ, വിശുദ്ധിയിലേക്ക് ഉയർത്തണമേ. അങ്ങനെയുള്ള ആശ്രയത്തിലേക്ക് എന്നെ വളർത്തണമേ. അങ്ങിൽ കൂടുതൽ ആശ്രയിക്കാൻ, വിശ്വസിച്ച് ആശ്രയിക്കാൻ ബോധ്യം തരണമേ. എല്ലാവരും ഹൃദയത്തിന് നിറവോടെ, ഹൃദയത്തിൽ ആനന്ദത്തോടെ, ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഈ ജീവിക്കുന്ന ദൈവത്തിൽ അഭിമാനിച്ച് ആരാധിക്കട്ടെ. വലിയ കൃപയൊഴുകുന്ന സമയമാണ്, വലിയ ശക്തി ഒഴുകുന്ന നിമിഷങ്ങളാണ്. ആരാധിക്കാൻ നമുക്ക് ഭാഗ്യം തന്നതിനെ ഓർത്ത്, ആ ജീവിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ ബോധ്യം തന്നതിനെ ഓർത്ത്, പാരമ്പര്യം തന്നതിനെ ഓർത്ത് നന്ദിയോടെ, സ്നേഹത്തോടെ ആ പരിശുദ്ധ നാമത്തെ ഒരുമിച്ച് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ നിമിഷം എൻ്റെ കുടുംബത്തെ, വ്യക്തി ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള സങ്കടങ്ങളും അസ്വസ്ഥകളും മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിൽ ചില വ്യക്തികളുടെ വഴിവിട്ട ജീവിതം മൂലം പ്രതിസന്ധി അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് കടന്നു വരണേ കർത്താവേ. അങ്ങയൊന്ന് വിളിക്കാൻ സാധിക്കാതെ, കർത്താവെ അങ്ങിൽ അഭിമാനം കൊള്ളാതെ, അങ്ങിൽ ആശ്രയിക്കാതെ ജീവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് അവിടെ നിന്ന് ഇടപെടണമേ. വിശ്വാസത്തിന് ആഴം തരണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും പലപ്പോഴും തളർന്നു പോകുന്നുണ്ട്, അലസയ്ക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്, അസ്വസ്ഥയ്ക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. ഈശോയെ, എന്നിൽ വിടുതൽ നൽകണമേ, എന്നിൽ സൗഖ്യം നൽകണമേ, എന്നിൽ അഭിഷേകം തരണമേ. അങ്ങിൽ കൂടുതൽ ആശ്രയിക്കാൻ എന്നിലേക്ക് ശക്തി തരണമേ. ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ ആശീർവാദത്തിനായി ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ഒരിക്കൽ കൂടെ കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ
നമ്മുടെ ജീവിതത്തിലുള്ള അലസത, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനുള്ള പ്രത്യേക ലജ്ജ, കുടുംബത്തിലുള്ള ചിലരുടെ വിശ്വാസരാഹിത്യം, സഭയോട് പൗരോഹിത്യത്തോട് ആത്മീയ ശുശ്രൂഷ എതിർപ്പ്, ഇവയെല്ലാം നീങ്ങിപ്പോകുന്നതിന് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റാരുമല്ല മകനെ മകളെ, നിന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് നിന്നെ ഇപ്പോൾ ആശീർവദിക്കുന്നത്. ഈ അവബോധത്തോടെ ആ രക്ഷാനാമത്തെ യേശുവേ ഉറക്കെ വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ വിളിക്കട്ടെ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അനേക വ്യക്തി ജീവിതത്തെ, കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന അലസതയുടെയും അസ്വസ്ഥതയുടെയും മൂഢതയുടെയും വഷള സ്വഭാവത്തിൻ്റെയും മല്ലടിക്കുന്ന പ്രകൃതിയുടെയും എല്ലാ തരത്തിലുള്ള ദുസ്വഭാവത്തിൻ്റെയും ദുസ്വാധീനങ്ങളുടെയും സഭയോടും പൗരോഹിത്യത്തോടും ആത്മീയ ശുശ്രൂഷകളുടെ എതിർപ്പിൻ്റെയും അരൂപികളെ ബന്ധിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്ന് ആ വിധത്തിലുള്ള സകല അരൂപികളും ഇപ്പോൾ തന്നെ വേരോടെ പിടിതെറിയപ്പെടുത്താൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.